ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേ റൂട്ടീനായിട്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പോൾ ഈ റൂം ടൂറിൻ്റെ വീഡിയോ ഇതിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പം ഇല്ലേ അന്നത്തെ ദിവസം രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 11:30 മണിയായിട്ടുണ്ടാവും. കാരണം നമ്മൾ കിടക്കുമ്പോൾ ഒരു 1:30 മണിയായിട്ടുണ്ട്. പിന്നെ അത്താഴത്തിനെല്ലാം എണീച്ച് നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും കിടക്കും കേട്ടോ. അങ്ങനെ ഒരു 11:30-12 മണി ആയിട്ടുണ്ടാവും. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് ഫ്രഷായി ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിടലാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ റൂമെന്ന് എന്താ പറയുക, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ആദ്യം എടുത്തത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്. എന്നിട്ട് റൂമിൻ സർവീസും കാര്യങ്ങളൊന്നും ശരിയില്ലായിട്ടാണ് ഈ റൂമിലേക്ക് മാറിയെന്ന്. അപ്പോൾ ഈ റൂമിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അടിപൊളി റൂമാണ് കേട്ടോ. 2 ബെഡ്റൂമാണ്, 2 ബാത്റൂമുണ്ട്, 2 ബാത്റൂമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാളും ഒരു കിച്ചണ്, പിന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള റൂമാണ്. അതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെന്താ അതുപോലെ തന്നെ നല്ല പുതിയ അപ്പാർട്ട്മെൻറ്റുമാണ്. അങ്ങനെ മാഷാ അല്ലാഹ് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ നമ്മൾ നാദൽ ഷീബയിലാണ് കേട്ടോ നിൽക്കുന്നത്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്നെല്ലാം. നല്ല ഏരിയ ആണ് കേട്ടോ, നല്ല സൈലൻ്റ് ഏരിയ ആണ്. പിന്നെന്താ ഈ ഒരു റൂം നമ്മൾ പെട്ടെന്ന് എടുത്തതല്ലേ, നമ്മൾ ഇതെല്ലാം പ്രീ ബുക്ക് ചെയ്യണം ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് എന്താ പറയുക നാട്ടിൽ നിന്ന് വന്ന് റൂം ശരിയിലേക്ക് പെട്ടെന്ന് ഇതൊരു മാസത്തേക്ക് ബുക്ക് ചെയ്തതാണ്. ഇതൊരു മാസം മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. ആദ്യം ആൾക്കാരെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊരു മാസത്തേക്ക് മാത്രമേ കിട്ടിയാൽ നമ്മൾ കുറേ എന്താ പറയുക സെർച്ച് ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ അടുത്ത മാസം വേറൊരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് 2 മാസം 3 മാസത്തേക്കൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും റൂം മാറേണ്ടി വരും. അങ്ങനെ പക്ഷേ നമുക്കങ്ങനെ മാറാൻ തോന്നാത്ത അത്രയും അടിപൊളി റൂമാണ് കേട്ടോ. ഞാൻ പറയാമെന്ന് ഈ റൂം തന്നെ കിട്ടീനെങ്കിൽ നിൽക്കാനെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു മാസം മാത്രമേ നിൽക്കാൻ കഴിയൂ. കാര്യം നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം എല്ലാ റൂമും. ഇവിടെ എല്ലാ അപ്പാർട്ട്മെൻറ്റും അങ്ങനെ ചെയ്യണം. പിന്നെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഞാൻ UAE ഇല്ല ആളാണ്, റൂം റെൻറ്റ് ഇത്രയൊന്നുമില്ല, ഒരു ആപ്പെല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിന്. ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഇങ്ങനത്തെ നല്ല അപ്പാർട്ട്മെൻറ്റിനെല്ലാം 3 lakh 5 lakh എല്ലാം ഉണ്ട്. ആൾ ചെക്ക് ചെയ്തു. എൻ്റെ ബ്രദറെല്ലാം കുറേ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ റൂം എടുത്തത്. പക്ഷേ നല്ല ഏരിയ ആണ്. അതുപോലെ നല്ല സൈലൻ്റ് ഏരിയ, പൂള്, ജിമ്മ് കാര്യങ്ങൾ, നമുക്ക് എല്ലാ സർവീസും ഇവർ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഇതെനിക്ക് നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെന്താ നിങ്ങളെ സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് അറിയാം. പിന്നെ കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ബ്രദറിൻ്റെ ഉമ്മാൻ്റെയും കൂടെ നിന്നൂടെ, എന്തിനാ പൈസ കളയുന്നെല്ലാം. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഹമ്മദാണെങ്കിലേ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു കൊടുക്കും, ഭയങ്കര സൗണ്ടിലേക്ക് കരച്ചിൽ. അപ്പോൾ ബ്രദറെല്ലാം ഡ്യൂട്ടിക്ക് പോകുന്നതല്ല. അപ്പോൾ അവർക്ക് രാവിലെ എണീച്ച് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആരും ക്ഷീണും, പിന്നെ കരച്ചിലും ബഹളം എല്ലാം ആകുമ്പോൾ ഉറക്കും കാര്യങ്ങളൊന്നും ശരിയാവില്ല. അപ്പം നമ്മളാകുമ്പോൾ ഞാനും മക്കളാകുമ്പോൾ ഇപ്പം മക്കൾ വലുതായി, കുറേ ആൾക്കാരാണ്. ഒരു 2 റൂമും ഗൾഫിലെല്ലാം ആകുമ്പോൾ 2 റൂം, 2 ബാത്റൂം, ഒരു കിച്ചണെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പം റൂമിൽ എന്താ പറയുക ഭയങ്കര ബഹളവും കാര്യങ്ങളെല്ലാം സൗണ്ടും കാര്യങ്ങളെല്ലാം ആവുന്നതുകൊണ്ടാണ് ഞാൻ മക്കളെയും കൂട്ടിയിട്ട് വേറൊരു അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നമുക്കൊന്ന് എന്താ പറയുക മുഹമ്മദ് എത്ര സമയം കാരണാലും പ്രശ്നമില്ല, ഡ്യൂട്ടിക്ക് പോകാനൊന്നും ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ റൂം എടുത്ത്. നിങ്ങളെ സ്നേഹം കൊണ്ട് പറയുന്നതെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്, നിങ്ങളെ സ്നേഹത്തിനും സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. പിന്നെന്താ ഈ ബ്രദറും എല്ലാവരും ഇവിടെ ദുബൈയിലാണ്. നമുക്കിപ്പോൾ ഷാർജയിൽ, അല്ലയിൽ, റാസൽ ഖൈമയിലെല്ലാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റെൻറ്റിന് റൂം കിട്ടും. ഇപ്പം പഴയ എന്താ പറയുക വില്ലാസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ വില്ലയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അധികം അല്ലൈൻ, റാസൽ ഖൈമ, ഷാർജ, അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിൽ ഒമാൻ, സൗദി എല്ലാം നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നിൽക്കാൻ കഴിയും. കാര്യം എന്താ പറയുക പഴയ വില്ലാസും കാര്യങ്ങളെല്ലായിരിക്കും അവിടെ കൂടുതലുണ്ടാവും. പക്ഷേ ദുബൈയിലാകുമ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കങ്ങനെ നിൽക്കാൻ കഴിയും. പിന്നെ ബ്രദറിൽ ഈ റൂമിൻ്റെ എല്ലാം കുറച്ച് അപ്പുറം തന്നെയാണ്. അപ്പോൾ അവരൊരു ശ്രദ്ധയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ നിന്ന്. അപ്പോൾ നിങ്ങളെ സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് അറിയാം, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നല്ല നല്ല കമൻസാണ് വന്നിട്ടുണ്ടായിന്. പക്ഷേ നമ്മളെ ഒരു എന്താ പറയുക താല്പര്യം കൂടി നോക്കണ്ടേ. നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാം, നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു
എന്താ പറയുക ഒരഭിപ്രായം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മളെ ബ്രദർ അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ എല്ലാവരും ഒരു കണ്ണെത്തുന്ന ദൂരത്ത് നിൽക്കുമ്പം എന്താ പറയുക ഒരു സേഫ്റ്റി അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ റൂം എടുത്തത്. അങ്ങനെ പിന്നെന്താ അതിനിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മക്കളുടെ റൂം ഓറ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്. ഇനിതാ ഞാനൊരു 5 മണിയെല്ലാം ആയിട്ടുണ്ടാവും കിച്ചണിലേക്ക് വരാൻ വേണ്ടിക്ക്. ഞാനിതാ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനും മക്കളല്ലേ ഉള്ളൂ, അപ്പോൾ അത്ര മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമൊന്നും ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, പിന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുക, പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചിക്കൻ വെച്ചിട്ട്. പിന്നെന്താ പിന്നെ ഈ റൂമിൽ എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ ഇല്ലേ കട്ടിംഗ് ബോർഡ് മാത്രമേ ഞാൻ പരിധി തേടി കണ്ടിട്ടില്ല. ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് ഈ പ്ലേറ്റിൽ വെച്ചിട്ട് കട്ടാക്കി കഴിഞ്ഞാൽ പ്ലേറ്റിന് കലമൊന്നും പോകില്ലല്ലോ. ചില പ്ലേറ്റിൽ വേഗം കലകൾ പോകില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് കട്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ വെച്ചിട്ട് കട്ടാക്കുമ്പോൾ ഭയങ്കര പണി അതായിട്ടെല്ലാം ഫീൽ ചെയ്യുക. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഒരു കയ്യിലില്ലേ കയ്യിൽ തവാന്ന് പറയും നിങ്ങൾ, അത് നോക്കുമ്പോൾ ഒന്ന് കട്ടിംഗ് ബോർഡ് കണ്ടേ. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയെല്ലാം കട്ടാക്കിയത് കട്ടിംഗ് ബോർഡിലാണ്. അങ്ങനെ എനിക്കിപ്പോൾ ഇതാ എല്ലാം കട്ടാക്കി ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ്, ഇഫ്താർ പാർട്ടി വ്ളോഗ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, അതിന് ഒരു ഫാനാൻ്റെ സൗണ്ടിന് എന്തോ ഒരു മാറ്റം പോലെയെന്ന്. അതിലെ ഞാനില്ലേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പം അധികം ഉറങ്ങിണിച്ചിട്ടല്ലേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ രാവിലെ ടൈം കിട്ടാൻ വേണ്ടിക്ക് ഞാൻ നോമ്പല്ലേ, അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങിണീച്ചാടെല്ലാം വേഗം വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങനെ പോക്കാന്ന് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക പല്ലിനാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് പ്രയാസമില്ല പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാൽ. പല്ലിന് ക്ലിപ്പ് ഇടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. പക്ഷേ എൻ്റെ മൈസലിട്ടിട്ട് കണ്ടുകൊണ്ട് പിന്നെ ഓരപ്പുറം തന്നെ ഇടാൻ വയ്യ, ഇട്ടിട്ടില്ലാലോ എന്ന് വിചാരിച്ച് സങ്കടം വേണ്ടാന്നെല്ലാം വിചാരിച്ചിട്ടിട്ടതാണ്. പക്ഷെ ഇട്ടിട്ട് ആദ്യത്തെ 2 ആഴ്ചയിൽ നല്ല വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടാവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ടൈറ്റ് ആക്കാൻ പോകുന്ന ടൈമായിരിക്കും വേദന ഉണ്ടാവുക. അങ്ങനെ പിന്നെന്താ ഇപ്പം വിചാരിക്കുന്നത് ഇടണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇനി ഏതായാലും ഇൻഷാ അല്ലാ കുറച്ച് നാൾ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെന്താ ഞാനില്ലേ അതുകൊണ്ടായിരിക്കും സൗണ്ട് കുറച്ച് മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഫീൽ ആകുന്നത്. ഒരു കമൻറ്റ് ഉണ്ടായിട്ടുള്ളൂ, എന്നാലും എല്ലാ കമൻറ്റും ഞാൻ നോക്കലുണ്ട്. അതുപോലെ തന്നെ കുറേ കമൻസിന് റീപ്ലൈ കൊടുക്കലുണ്ട്. റീപ്ലൈ കൊടുക്കാത്തവർക്ക് ഇങ്ങനെ ഞാൻ എന്താ പറയുക വീഡിയോയിൽ റീപ്ലൈ കൊടുക്കലുണ്ട്. അങ്ങനെ പിന്നെന്താ അന്നത്തെ ദിവസത്തിലെ നമ്മൾ ഡ്രസ്സ് ഈ പർച്ചേസിനും എല്ലാം പോയിട്ടുണ്ടായിനെ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ഷോപ്പിങ്ങും വീഡിയോയിൽ നാളല്ല 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ പുഡിങ് അതുപോലെ തന്നെ എന്താ പറയുക ഡ്രിങ്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, പായസം കാര്യങ്ങളെല്ലാം അതെല്ലാം വീഡിയോ ഷെയർ ആക്കാം കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ ഇതാ എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കട്ടിങ് ബോർഡിൽ തന്നെ കട്ടാക്കി എടുത്തിട്ടില്ലേ. പ്ലേറ്റിൽ കട്ടാക്കുമ്പോൾ ഭയങ്കര ഒരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിങ്ങനെ സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് കട്ടാക്കണ്ടേ. അങ്ങനെ നല്ല കത്തി കാര്യങ്ങൾ എല്ലാം തന്നെയാണ്. പിന്നെ വലിയ കത്തിയാകുമ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒതുങ്ങൂല. ഞാൻ അധികം ചെറിയ ടൈപ്പ് കത്തിയല്ലേ ഉപയോഗിക്കുക, അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ എല്ലാം കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിലില്ലേ തക്കാളി, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കത്തിൻ്റെ എല്ലാ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ക്യാബേജിന് പകരം ലെറ്റ്യൂസിൻ്റെ ലീവ്സ് കാര്യങ്ങളെല്ലാം ഇടാം, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉള്ളിയും കൂടി ഇടാം കേട്ടോ. നമുക്ക് തീ പോലും കത്തിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ പറയുക സാൻഡ്വിച്ച് എന്നെല്ലാം പറയില്ലേ, അതുപോലെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് മയോണൈസും കാര്യങ്ങളെല്ലാം മിക്സ് ആക്കിയിട്ട് ബ്രെഡിൽ വെച്ച് കൊടുത്തിട്ട് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഞാൻ ഇതിലില്ലേ കുറച്ച് ചിക്കൻ്റെ പീസസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രോസൺ ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, അത് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം ബൗളും കാര്യങ്ങളൊന്നും റൂമിലില്ല. കുറച്ച് പ്ലേറ്റ് സെറ്റ് ഉണ്ട്, പിന്നെ ഗ്ലാസ് സെറ്റ് ഉണ്ട്,
പിന്നെ ഒരു കുക്കിംഗ് പോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുമാത്രമേ ഉള്ളൂ. അങ്ങനെ പുഡിംഗ് ബൗള് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുക്കാൻ പോയിട്ടുണ്ടായിന്. അന്നേരം ഞാൻ ഒരു പുഡിംഗ് ബൗളും പിന്നെ ജ്യൂസ് മെഷീനില്ലേ മിക്സർ ഗ്രൈൻഡർ ഉണ്ടായിട്ടില്ല, അതും കൂടി ഒന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ ഫ്രൈഡ് ചിക്കന് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചെറുതായിട്ട് ഇതിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും കൂടി ഇടുമ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിക്ക്. അപ്പം 3 പീസ് ഫ്രൈഡ് ചിക്കൻ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. പിന്നെ എന്താ പറയുക, നിങ്ങളെ നോമ്പും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പോകുന്നു കമൻറ്റ് ചെയ്യുക. ഒരുപാട് കമൻറ്റ്സ് കാണലുണ്ട്. നല്ല ഹാപ്പിയാണ് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്നാ പറയല, അൽഹംദുലില്ലാ എന്നല്ല പറയല, അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് കാണലുണ്ട്. അപ്പം ഞാൻ സംസാരിക്കുമ്പം എന്താ പറയുക അത് മാറിപ്പോകുന്നതാണ് കേട്ടോ, കേൾക്കുമ്പം മാറിപ്പോകുന്നതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ഫ്രൈഡ് ചിക്കൻ അങ്ങനെ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മളായിരിക്കും ആദ്യം താമസിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. കാര്യം എല്ലാ ഐറ്റംസും യൂസ് ചെയ്യാത്ത പോലത്തെ ഐറ്റംസാണ് ഉണ്ടായിട്ടുണ്ടായിനും. ഒരു നമുക്കിപ്പോൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ, യൂസ് ചെയ്യാത്ത റൂമും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവില്ലേ, അങ്ങനെ പുതിയ അപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് എന്താ പറയുക ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ആ ഒരു വെജീസിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കനുമായി വെജീസുമായി. നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് ഉണ്ടാവില്ലേ, അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് കുറച്ച് ഗരം മസാല പൗഡറും ഉപ്പും കുരുമുളക് പൊടിയും മിക്സ് ആക്കിയിട്ട് കുറച്ച് ഓയിൽ ഫ്രൈ ആക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ഇത് ഉണ്ടായതുകൊണ്ട് ചിക്കന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ എടുക്കാണ്ടെന്നതാണ്. അപ്പം 2 ഭാഗത്തും ഒരുപോലെ കുക്കായിട്ട് വന്നാലില്ലേ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെൻഡുകളിൽ എന്താ പറയുക ഇൻസ്റ്റയിൽ ഞാൻ ഒരുപാട് ഗിവ് അവേ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെയല്ല, അന്നേരം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, അതിന് കുറേ ലൈക്കും കണ്ടിട്ടുണ്ടായിന്. യൂട്യൂബിൽ ഗിവ് അവേ വെച്ചൂടെ എന്നെല്ലാം ചോദിച്ചിട്ട് ഇൻഷാ അല്ലാ ഞാൻ യൂട്യൂബിൽ ഗിവ് അവേ വെക്കാട്ടോ. എന്താ പറയുക ട്രെൻഡുകളിൽ ഇപ്പം 24-ാം തീയതി ഇൻഷാ അല്ലാ ഭയങ്കര ഓഫർ വരുന്നുണ്ട്. നല്ല ഡിസ്കൗണ്ടാണ് കേട്ടോ എല്ലാ ഐറ്റംസിനുള്ളത്. ഇൻഷാ അല്ലാ ഞാൻ അന്നേരം ഒന്നുകൂടി ഒരു ഗിവ് അവേ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഇതുവരെ ഫോളോ ആക്കാത്തവരാണെങ്കിൽ ഫോളോ ആക്കുക. പിന്നെന്താ, ഇന്നലെ ഞാൻ ഗിവ് അവേ വെച്ചതിൻ്റെ റിസൾട്ട് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെയില്ലേ ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ടായിന് ലാസ്റ്റ് ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്തിട്ട് കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് പുഡിംഗ് വീഡിയോയിൽ വന്നിട്ട് ഡണ്ണെന്ന് ടൈപ്പ് ചെയ്യണമെന്ന്. കുറേ ആൾക്കാർ യൂട്യൂബ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാണ് ഡണ്ണെന്ന് ടൈപ്പ് ചെയ്തത്. അവിടെ അല്ല ടൈപ്പ് ചെയ്യേണ്ടത്, എന്താ പറയുക ഇൻസ്റ്റയിൽ തന്നെയാണ് ഡണ്ണെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻസ്റ്റേൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നാണ് ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാര്യം ഇൻസ്റ്റയിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ചെയ്യുമ്പം നമുക്കെല്ലാം പറയാൻ കഴിയില്ല അതിൽ. അപ്പോൾ അതിൽ വന്ന ഡൗട്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇർഫാന എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ഷോപ്പ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അവർക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിന്നറിനെ ഞാൻ ഇന്ന് ഇൻഷാ അല്ലാ സെലക്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഡണ്ണെന്ന് ആ ഒരു ലാസ്റ്റ് ഞാനൊരു എന്താ പറയുക പുഡിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. ആ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഡണ്ണെന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. എന്നാൽ അവിടെ നിന്നായിരിക്കും ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാർ നാട്ടിലേക്ക് പാത്രം എത്തിച്ചേരുമെന്നും ചോദിച്ചവരുണ്ട്. ഇപ്പം ട്രെൻഡുകളിലെല്ലാം ഭയങ്കര നല്ല വില ഉണ്ട് കേട്ടോ. ഓഫർ വരുന്ന ടൈം ഇൻഷാ അല്ലാ ഞാൻ പറയാം. അന്നേരം കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവരെ ഞാൻ അന്നേരം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സർവീസ് ചാർജും ടാക്സും കാര്യങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾ അതിലെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലും മാത്രം നിങ്ങൾ വേണമെന്നുള്ളവർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കാര്യം കുറേ ആൾക്കാർ എത്രയാവുമെന്നെല്ലാം ചോദിക്കലുണ്ട്. ഇപ്പം നോക്കുമ്പം പാത്രത്തിനെല്ലാം അത്യാവശ്യം നല്ല പ്രൈസ് കാണിക്കുന്നുണ്ട്. ഞാൻ പണ്ടെല്ലാം വാങ്ങിയ അതേ റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓഫർ വരുന്ന ടൈമില്ലേ 90% ഓഫറെല്ലാം ഒറ്റയടിക്ക് വരുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 700 ദിർഹംസിൻ്റെ പാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു 280-100 ദിർഹംസിനെല്ലാം വരുന്ന ഒരു ടൈമെല്ലാം വരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈം ഞാൻ പറയാം.
അപ്പോൾ ടാക്സ്, സർവീസ് ചാർജ്, കാര്യങ്ങൾ, എന്താ പറയുക, കൊറിയർ ചാർജ്, കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാൻ റെഡിയാണ് കേട്ടോ. കാരണം നമ്മൾ ഒരേ പാത്രങ്ങൾ മാത്രം അയക്കുമ്പോൾ അതിന് ടാക്സ് നമ്മൾ അടക്കേണ്ടി വരും. അങ്ങനെ കുറേ മെസ്സേജ് എനിക്ക് അങ്ങനെ വന്നിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ട്രെൻഡുകളിലും എല്ലാം നല്ല പ്രൈസ് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആർക്കും റിപ്ലൈ തരാത്ത. ഇൻഷാല്ല 24-ാം തീയതിക്ക് ശേഷം നല്ല ഓഫർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം. നിങ്ങളങ്ങനെ ടാക്സും കാര്യങ്ങളും എല്ലാം എല്ലാ സർവീസിൻ്റെയും ചാർജ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. പിന്നെന്താ, ഞാനില്ലേ ബ്രെഡിൽ എല്ലാം കൂടിയിട്ട് എന്താ പറയുക വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്ങിൽ ഞാൻ ചിക്കനും കുറച്ച് ചില്ലി മയോണൈസും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 2 പീസായിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഇഫ്താറിൻ്റെ എല്ലാം ടൈം പെട്ടെന്ന് പണി തീരണം, പെട്ടെന്ന് ഒരു സാൻഡ്വിച്ച് എല്ലാം റെഡി ആക്കണമെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡും കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം നിർബന്ധമില്ല, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഗരം മസാല പൗഡർ, ഉപ്പെല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് മയോണൈസും കൂടി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയേ. കഴിച്ചാൽ കൊതി തീരാത്ത അത്ര അടിപൊളി സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഓംപ്ലേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങളെ ടേസ്റ്റ് മാറ്റി, എന്താ പറയുക, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി ഞാൻ പൊത്തി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ലാസ്റ്റ് ഇപ്പം ബാങ്ക് കൊടുക്കാനായതില്ലേ ഇന്നില്ലേ ഈ ഒരു ടൈം എൻ്റെ കയ്യിൽ മിക്സി ഉണ്ടായിട്ടില്ല ജ്യൂസ് അടിക്കാൻ വേണ്ടിക്ക്. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയാരാന്ന് മിക്സി വാങ്ങിയിട്ടുണ്ടായിനെ. ഈ റൂമിലെല്ലാം ഉണ്ട്, പക്ഷേ ജ്യൂസ് മെഷീൻ മാത്രമേ ഇല്ല. അപ്പം ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയാലും വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷെ ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ജ്യൂസും എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേഗം നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കലാണ്. നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ കുറേ കമൻറ്റ് വരും, നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുമ്പം കുടിച്ചു വിടാന്നെല്ലാം പറഞ്ഞിട്ട്. എനിക്കറിയാട്ടാ, ഞാനങ്ങനെ കുടിക്കലുമില്ല. പക്ഷെ ഇപ്പം വേറെ വഴിയില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളവും നാരങ്ങ വെള്ളവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കുടിക്കാനില്ലെങ്കിൽ എന്തുപോലെയല്ലേ ഉണ്ടാവാം. അങ്ങനെ കുറച്ച് ആപ്പിളും ഓറഞ്ചും സ്ട്രോബെറിയും മുന്തിരിയും അങ്ങനെ കട്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ മക്കൾക്കും എനിക്കും മുഹമ്മദിനല്ലേ നോമ്പില്ലാണ്ടല്ലോ. മുഹമ്മദാണെങ്കിൽ ഞാനങ്ങനെ മുഹമ്മദിനെ കൊണ്ട് അങ്ങനെ നോമ്പെടുപ്പിക്കില്ല, ചെറുതല്ലേ. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് മുഹമ്മദേ നോമ്പുണ്ടാവും. ഓന് ഇല്ലയെന്ന് തന്നെ പറയും. അപ്പോൾ ഓൻ്റെ ടീച്ചറിനെല്ലാം അത്ഭുതമാലുണ്ട്. ഇല്ലയെന്ന് പറയുമ്പം കാര്യം ചില കുട്ടികൾ ഇല്ലെങ്കിലും ഉണ്ടെന്ന് തന്നെയല്ലേ പറയലേ. ഇപ്പോൾ നമ്മൾ ഉമ്മമാർ വെറുതെ പറയൂലേ, കുട്ടികൾ ഇങ്ങനെ നമ്മൾ വെറുതെ അറിയില്ലേ, എൻ്റെ മോനിക്ക് 30 നോമ്പുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ 25 നോമ്പുണ്ട്, 20 നോമ്പുണ്ട് എന്നെല്ലാം. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് പറയും ഇല്ല എനിക്ക് നോമ്പില്ലാന്ന്. പക്ഷേ നമ്മൾ ചെറുതിലെ കുട്ടികൾ അങ്ങനെ കളവ് പറഞ്ഞ് ശീലിപ്പിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് നോമ്പില്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയാം. എന്തിനാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പുണ്ട് എന്ന് പറയേണ്ടത്? അത് തെറ്റായിട്ടുള്ളൊരു കാര്യമില്ല. ചെറുതിലെ കുട്ടികളിലേക്ക് ആ ഒരു കളവ് പറയാനുള്ള ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. മുഹമ്മദിൻ്റെ ടീച്ചറിൽ ഒരിക്കൽ ട്യൂഷൻ ചെയ്യുമ്പം അവനോട് പറഞ്ഞ് മുഹമ്മദിന് നോമ്പുണ്ടോയെന്ന്. മുഹമ്മദ് പറഞ്ഞില്ല. ഒരു നോമ്പില്ലേ? ഇല്ല. എന്നാലും മുഹമ്മദിന് മിന്നാന്ന് നോമ്പുണ്ടായിട്ടില്ലേ? ഇല്ല. മാമിന് അവനോട് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അവന് ഇല്ലെങ്കിൽ ഇല്ല, വെറുതെ എന്തിനാ ഒരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിക്ക് എനിക്ക് നോമ്പുണ്ടായി എന്ന് പറയുന്നത്. ഞാൻ പറയലില്ല കേട്ടോ. ചിലരിങ്ങനെ പറയുന്ന കേൾക്കലുണ്ട്, എൻ്റെ മക്കൾക്ക് അത്ര നോമ്പുണ്ട്, ഫുൾ നോമ്പുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ചെറിയ കുട്ടിയല്ലായിരിക്കും. 30 നോമ്പുണ്ടെന്നൊന്നും പറയുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കുട്ടികൾക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്നെല്ലാം. അങ്ങനെ അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ എന്തിനാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിക്ക് കള പറയേണ്ടെന്ന് ആവശ്യമില്ല. കുട്ടികളെ നമുക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ അറിയാം. ഒരു പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ മാത്രമല്ലേ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമായിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കട്ടാക്കി. നമ്മളിതാ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല തിരക്കാന്നുണ്ടായിട്ടുണ്ടായിന്. അന്നേരം തന്നെ പോവാനും കാര്യങ്ങളും എല്ലാം റെഡിയായിട്ട് വേഗം പുറത്ത് പോകാന്നുള്ള രീതിയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നല്ല തണുത്ത നാരങ്ങ വെള്ളവും അതിൽ കുറച്ച് മിൻറ്റ് ലീഫും പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയല്ലേ. കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മളൊരു റൂമിലെല്ലാം ആകുമ്പോൾ ഏറ്റവും സൈഡ് സാധനങ്ങൾ വാങ്ങണം. പിന്നെ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും പത്തിരിപ്പൊടിയും ഒന്നും വാങ്ങിയിട്ടില്ല. ബ്രദറിൻ്റെ റൂമിലുണ്ടായിട്ടുണ്ടായിന്, കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ. പിന്നെന്താ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന് നമ്മളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന്. പക്ഷേ ചെക്കിങ്ങിൽ പിടിക്കുമെന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ മുളക് പൊടിയും ഇപ്രാവശ്യം എന്തോ കുറച്ച് ആൾക്കാർ ഇവിടെ എടുക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കാണ്ടെന്നെ. ഇങ്ങനെ എടുക്കാത്തരം വലിയ വിഷമം തന്നെയാണ്.
ഇനിയിപ്പോൾ ഇതാ നമ്മളിൽ റൂം ടൂർ കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മളെ അപ്പാർട്ട്മെൻറ്റ്, നാദൽ ഷീബയിൽ അസീസി പാർക്ക് അവന്യൂ. ഇതിപ്പോൾ ഞാൻ രാത്രി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരുന്ന ടൈം ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഉമ്മ ഉണ്ട് ഇപ്പം നമ്മുടെ കൂടെ. ഷോപ്പിങ്ങിനെല്ലാം പോകുമ്പോൾ ഉമ്മനെ കൂട്ടും കേട്ടോ, ഉമ്മയും നമ്മളെ കൂടെ വരും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ റൂമിലേക്ക് പോലാണ്. ഞാൻ ജസ്റ്റ് റൂം ടൂർ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുൾ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറുമ്പം തന്നെയുള്ള വ്യൂ ആണ്. ഫസ്റ്റ് ഒരു കിച്ചണ്, പിന്നെ ഒരു ഹാള്, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ള റൂമാണ്. കിച്ചൺ ഇതുപോലെ ഓപ്പൺ കിച്ചണാണ്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ, പാത്രങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന്, ഓവണ്, ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഇതാ ഈ ഒരു റൂമിൻ്റെ കിച്ചൺ ഇതാണ് വരുന്നത്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ടൈലിൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാനില്ലേ നാട്ടിലെ കിച്ചണിൽ കൗണ്ടർ ടോപ്പ് നാനോ വെയിറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചേ, പുറത്തെ കിച്ചണിൽ. പക്ഷെ ഇവർ ടൈലിലാന്ന് തോന്നുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെയില്ലേ നമ്മൾ ചൂടുള്ളത് വെച്ചാലും ഒന്നും എന്താ പറയുക, ഒന്നിൻ്റെ കറ പിടിക്കുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനങ്ങനെ നോക്കിയിട്ട് ഇക്കാനോട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതാണ് എന്താ പറയുക ഈ റൂമിൻ്റെ എന്താ പറയുക മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ. ഞാനില്ലേ ഈ വീഡിയോ എടുത്തത് ഫസ്റ്റ് നമ്മൾ കയറുന്ന ടൈം തന്നെ അങ്ങനെ എടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഇങ്ങനെ ഏരിയയിൽ വീടും കാര്യങ്ങളെല്ലാം മതി. നമ്മൾ വലിയ വീടെല്ലാം എടുത്തിട്ട് കുറേ പൈസ എന്നിട്ട് വലിയ വീടെടുക്കും, എന്നിട്ട് ക്ലീൻ ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് പല പല രോഗങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കും. സത്യം പറഞ്ഞാൽ 2 റൂം, ആവശ്യത്തിന് റൂം, ബാത്റൂം അങ്ങനെയെല്ലാം മതി. ചെറിയ ഏരിയ മതി നമുക്ക് താമസിക്കാൻ വേണ്ടിക്ക് അങ്ങനെ. പിന്നെ ഒരു പാർക്കിങ്ങിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളെല്ലാം വരും. വീട് എടുക്കുന്ന ടൈം ആകുമ്പം ചെറുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നലുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 2 ബാത്റൂം വരുന്നുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂമിലായിട്ട് ഒരു ബാത്റൂമും പിന്നെ കിഡ്സ് റൂമിന് ആയിട്ട് ഒരു ബാത്റൂമും വരുന്നുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ടില്ലേ. വീടെല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ ഒരുപാട് എന്താ പറയുക ഇൻറ്റീരിയറും കാര്യങ്ങളും നടക്കുന്നതിലും നല്ലത് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവും കാര്യങ്ങളും കുറയും കേട്ടോ. വീടെടുക്കുന്നവരാണെങ്കിൽ എന്നോട് ചോദിക്കലുണ്ട്, വീടെടുക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട ഫുൾ പാത്രങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമോയെന്ന്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ കിഡ്സ് റൂമാണ് കേട്ടോ ഇവിടെ ആയിട്ട് വരുന്നത്. അവിടെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കിഡ്സിനായിട്ടുള്ള ബാത്റൂമാണിത്. അങ്ങനെ 2 ബെഡ്റൂമും 2 ബാത്റൂമും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ. പിന്നെ മുകളിലായിട്ടാണ് പൂള് വരുന്നത്. പിന്നെ എന്താ പറയുക ജിമ്മും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെല്ലാം ഞാൻ അടുത്ത വ്ളോഗിലെല്ലാം ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.